എല്ലാ ദിവസവും കാപ്പി കുടിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണം: ഓർമ്മശക്തി കൂടും, നല്ല ഉറക്കം ലഭിക്കും, ദഹനം വേഗത്തിലാക്കും, കാഴ്ചശക്തി വർദ്ധിക്കും. എല്ലാ ദിവസവും കാപ്പി കുടിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണമാണ് ഓർമ്മശക്തി കൂടുമെന്നത്. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഇത് ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാനും പ്രായമാകുമ്പോഴുണ്ടാകുന്ന അൽഷിമേഴ്സ് പോലെയുള്ള രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഒരു പുഴുവിന്റെ മുട്ട വിരിയാൻ എത്ര ദിവസം വേണം? 5 ദിവസം, 10 ദിവസം, 8 ദിവസം, 9 ദിവസം. ഒരു പുഴുവിന്റെ മുട്ട വിരിയാൻ സാധാരണയായി 5 ദിവസം വേണ്ടിവരും. ഷഡ്പദങ്ങളുടെ മുട്ടകൾ വിരിയാൻ സാധാരണയായി 3 മുതൽ 7 ദിവസങ്ങൾ വരെയാണ് എടുക്കുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം. ഷഡ്പദങ്ങളുടെ ജീവിതചക്രത്തിലെ ആദ്യ ഘട്ടമാണ് മുട്ട. താപനിലയും ആർദ്രതയും അനുസരിച്ച് മുട്ട വിരിയാനുള്ള ദിവസങ്ങളിൽ മാറ്റം വരാം. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ലാർവ ഘട്ടത്തെയാണ് പുഴു എന്ന് വിളിക്കുന്നത്. പ്രായമായാലും വളർന്നുകൊണ്ടിരിക്കുന്ന ജീവി ഏതാണ്? ആമ, ഒച്ച്, പാമ്പ്, തേള്. പ്രായമായാലും ശരീരം വളർന്നുകൊണ്ടിരിക്കുന്ന ജീവിയാണ് ഒച്ച്. പല ജീവികളും ഒരു നിശ്ചിത പ്രായമെത്തുമ്പോൾ വളർച്ച നിർത്താറുണ്ട്, പിന്നെ വളരാറില്ല. എന്നാൽ ഒച്ച്, ചിലതരം മത്സ്യങ്ങൾ, ഉരഗങ്ങൾ എന്നിവ അവയുടെ ആയുസ്സ് മുഴുവൻ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒച്ചിന്റെ തോട് കാലക്രമേണ വലുതായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പ്രധാനമായ ഒരു ഉദാഹരണം തന്നെയാണ്. ഇന്ത്യയിൽ പാകിസ്ഥാൻ എന്ന പേരുള്ള ഒരു ഗ്രാമമുണ്ട്. ഇത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗോവ, കാശ്മീർ, ബീഹാർ, മണിപ്പൂർ. ഇന്ത്യയിൽ പാകിസ്ഥാൻ എന്ന പേരുള്ള ഒരു ഗ്രാമമുണ്ട്. അത് സ്ഥിതി ചെയ്യുന്നത് ബീഹാർ സംസ്ഥാനത്തിലാണ്. രാജ്യത്ത് വിഭജനകാലത്ത് രൂപം കൊണ്ടതോ പ്രത്യേക സാഹചര്യങ്ങളിൽ പേര് ലഭിച്ചതോ ആയ ചില ഗ്രാമങ്ങൾ പ്രധാനപ്പെട്ട കൗതുക വാർത്തകളിൽ ഇടം നേടാറുണ്ട്. ബീഹാറിലെ പൂർണിയ എന്ന ജില്ലയിൽ പാകിസ്ഥാൻ എന്ന പേരിലുള്ള ഒരു ഗ്രാമമുണ്ട്. ചർമ്മരോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള പച്ചക്കറി ഏതാണ്? പീച്ചിങ്ങ, മുരിങ്ങക്കായ, പാവയ്ക്ക, പപ്പായ. ചർമ്മരോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള പച്ചക്കറിയാണ് പാവയ്ക്ക. പാവയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി, ആന്റി ഓക്സിഡന്റുകൾ രക്തം ശുദ്ധീകരിക്കാനുള്ള കഴിവ്, ചർമ്മത്തെ സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് മുഖക്കുരു, മറ്റ് ചർമ്മ അണുബാധകൾ എന്നിവയെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. മുടി കൊഴിച്ചിൽ കുറയാൻ ദിവസവും ചെയ്യേണ്ടത്: കറിവേപ്പില കഴിക്കുക, എണ്ണ ചൂടാക്കി തേക്കുക, കറ്റാർവാഴ ജെൽ പുരട്ടുക ഇവയൊന്നുമല്ല. മുടി കൊഴിച്ചിൽ കുറഞ്ഞ് മുടി വളരാൻ ദിവസവും കഴിക്കേണ്ട ഒന്നാണ് കറിവേപ്പില. കറിവേപ്പില കഴിക്കുന്നത് നല്ലതാണ്. സമീകൃത ആഹാരം കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നിവയാണ് മുടി കൊഴിച്ചിൽ തടയാൻ പ്രധാനമായും ചെയ്യേണ്ടത്. വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി തലയിലൂട്ടി പുരട്ടുന്നതും വളരെ നല്ലതാണ്. 5 നദികളുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്, കേരളം, പഞ്ചാബ്, ഉത്തർപ്രദേശ്. 5 നദികൾ ഒഴുകുന്ന സംസ്ഥാനം, 5 നദികളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ്. പഞ്ച് എന്നാൽ 5, ആബ് എന്നാൽ നദികൾ അല്ലെങ്കിൽ വെള്ളം എന്നീ 2 പേർഷ്യൻ വാക്കുകളിൽ നിന്നാണ് പഞ്ചാബ് എന്ന പേരുണ്ടായത്. സത്ലജ്, ബിയാസ്, രവി, ചിനാബ്, ഝലം എന്നീ 5 നദികൾ ഒഴുകുന്ന പ്രദേശമായതിനാലാണ് ഈ പേര് ലഭിച്ചത്. ഇവയിൽ ചിലത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. ഏറ്റവും കൂടുതൽ കാപ്പി കുടിക്കുന്ന ആളുകളുള്ള രാജ്യം ഏതാണ്? ഇംഗ്ലണ്ട്, ഇറ്റലി, ഫിൻലാൻഡ്, ജർമ്മനി. ഏറ്റവും കൂടുതൽ കാപ്പി കുടിക്കുന്ന ആളുകളുള്ള രാജ്യമാണ് ഫിൻലാൻഡ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ കാപ്പി ഉപയോഗമുള്ള രാജ്യമാണ് ഫിൻലാൻഡ്. അവിടുത്തെ തണുത്ത കാലാവസ്ഥയും കാപ്പിയോടുള്ള സാംസ്കാരികമായ ഇഷ്ടവുമാണ് ഇതിന് കാരണമായി കണക്കാക്കുന്നത്. ഏറ്റവും കൂടുതൽ കാപ്പി കുടിക്കുന്നത് ഫിൻലാൻഡുകാരാണ്. അബ്ദുൽ കലാം അവസാനമായി ചെന്നൈ, ഡൽഹി, ഷില്ലോങ്, നാഗാലാൻഡ്.
അബ്ദുൽ കലാം അവസാനമായി പ്രസംഗിച്ച സ്ഥലം ഷില്ലോങ്ങിലായിരുന്നു. ഇന്ത്യൻ മുൻ പ്രസിഡന്റും മിസൈൽ മനുഷ്യനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാം 2015 ജൂലൈ 27 മേഘാലയയിലെ ഷില്ലോങ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ വിദ്യാർത്ഥികളോട് സംവദിച്ചുകൊണ്ടിരിക്കവെയാണ് കുഴഞ്ഞു വീണ് അന്തരിക്കാനിടയായത്. ഏത് സമയവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഗർഭസാധ്യത കൂടുതൽ? ആർത്തവത്തിൻ്റെ 14-ാം ദിവസം, ആർത്തവ ദിവസം, ആർത്തവത്തിൻ്റെ 28-ാം ദിവസം, ആർത്തവത്തിൻ്റെ പിറ്റേന്ന്. ഇതിൽ പറഞ്ഞത് തെറ്റാണ്. ആർത്തവത്തിൻ്റെ 14-ാം ദിവസമാണ് ശരിയായ ഉത്തരം. സാധാരണയായി 28 ദിവസമുള്ള ഒരു ആർത്തവ ചക്രത്തിൽ 14-ാം ദിവസത്തോടനുസരിച്ചാണ് അണ്ഡോത്പാദനം ഓവുലേഷൻ നടക്കുന്നത്. ഈ സമയത്ത് അണ്ഡവും ബീജവും സംയോജിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലായതിനാലാണ് ഗർഭധാരണത്തിനുള്ള സാധ്യതയും ഈ കാലയളവിൽ കൂടുതലാണ് എന്ന് പറയുന്നത്. ഭക്ഷണത്തിൽ കറുവപ്പട്ട കൂടുതലായി ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? വയറ്റിൽ വീക്കം, വായിൽ വ്രണങ്ങൾ, ആമാശയം വളരുന്നു ഇവയെല്ലാം. ഭക്ഷണത്തിൽ കറുവപ്പട്ട കൂടുതലായി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പാരിതോഷികങ്ങളാണ് മേൽപ്പറഞ്ഞവയെല്ലാം. കറുവാപ്പട്ടയിൽ കുമറിൻ എന്ന ഘടകം അടങ്ങിയിട്ടുണ്ട്. കുമറിൻ ഇത് അധികമായാൽ കരളിനെ ബാധിക്കാനും ദഹന പ്രശ്നങ്ങൾ, വയറ്റിൽ അസ്വസ്ഥതകൾ, വായ്പുണ്ണ് എന്നിവ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മേൽപ്പറഞ്ഞവയെല്ലാം ബാധിക്കും എന്ന് പറഞ്ഞത്. മരിച്ചവർ കരയുന്നതായി സ്വപ്നം കണ്ടാൽ മരണസൂചനയായിരിക്കും. അനാരോഗ്യം, വീട്ടിൽ നല്ലത് വരുന്നു, പ്രയാസം വരുന്നു. മരിച്ചവർ കരയുന്നതായി നമ്മൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടാൽ അത് മാനസികമായി പ്രശ്നം അല്ലെങ്കിൽ പ്രയാസം വരുന്നു എന്നതിൻ്റെ സൂചനയാണ്. പരമ്പരാഗതമായ വിശ്വാസങ്ങളും സ്വപ്നശാസ്ത്രവും അനുസരിച്ച് മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ദുഃഖിതരായിട്ടോ കരയുന്നതായിട്ടോ കാണുന്നത് വരാനിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകളുടെയോ മാനസിക പ്രയാസങ്ങളുടെയോ സൂചനയായി വിശ്വാസപ്രകാരം കണക്കാക്കുന്നു. മീൻ കഴിച്ച ശേഷം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം: തേന്, തൈര്, മധുരപലഹാരങ്ങൾ, പാല്. മീൻ കഴിച്ചതിന് ശേഷം കഴിക്കാൻ പാടില്ലാത്ത ഒരു ഭക്ഷണ പദാർത്ഥമാണ് പാല്. ആയുർവേദ വിധിപ്രകാരം മീനും പാലും വിരുദ്ധാഹാരങ്ങളാണ്, എന്ന് പറഞ്ഞാൽ ഇൻകമ്പാറ്റബിൾ ഫുഡ്സ് ആണ്. മീൻ കഴിച്ചതിന് ശേഷം പാൽ കുടിക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്കും ചർമ്മത്തിൽ അലർജികൾ, എന്തെങ്കിലും ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ കാരണമാകും. ഏറ്റവും സുന്ദരിയായ പെൺകുട്ടികളുള്ള സംസ്ഥാനം ഏതാണ്? കേരളം, ആന്ധ്രാപ്രദേശ്, ആസാം, മണിപ്പൂർ. തമാശ രൂപേണയാണ് സാധാരണ ഇത് ചോദിക്കാറുള്ളത്. ഏറ്റവും സുന്ദരിയായ പെൺകുട്ടികളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ആസാമായി കണക്കാക്കുന്നു. ഏത് കാലഘട്ടത്തിലാണ് മുടി ഏറ്റവും കൂടുതൽ വളരുന്നത്? ശീതകാലം, വേനൽക്കാലം, അതിശൈത്യം, മഴക്കാലം. നമ്മുടെ മുടി ഏറ്റവും കൂടുതൽ വളരുന്നത് വേനൽക്കാലത്താണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. വേനൽക്കാലത്ത് ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിക്കുകയും വിറ്റാമിൻ ഡിയുടെ ലഭ്യത കൂടുകയും ചെയ്യുന്നത് ഹെയർ ഫോളിക്കിളുകളെ ഉത്തേജിപ്പിക്കുകയും മുടിയുടെ വളർച്ചയുടെ വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ബീഫ് കഴിക്കുന്നത് ഏത് രോഗത്തെ കുറയ്ക്കും? ക്യാൻസർ, TB എന്ന് പറഞ്ഞാൽ ക്ഷയം, വൃക്ക പ്രശ്നങ്ങൾ, ചൊറിച്ചിൽ. ബീഫ് കഴിക്കുന്നത് സാധാരണയായി ഒരു രോഗത്തെ കുറയ്ക്കാറുണ്ട്. ക്ഷയമാണ് ശരിയായ ഉത്തരം. പരമ്പരാഗത നാടൻ അറിവുകളും ചില പ്രത്യേക പ്രാദേശിക വിശ്വാസങ്ങളും ബീഫ് സൂപ്പോ മറ്റോ കഴിക്കുന്നത് ക്ഷയരോഗികൾക്ക് TB നല്ലതാണെന്ന് കണക്കാക്കാറുണ്ട്. ബീഫിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള പ്രോട്ടീനും ഇരുമ്പും ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. വെറും വയറ്റിൽ തൈര് കഴിച്ചാൽ എന്ത് സംഭവിക്കും? പൈൽസ് വരും, കൊഴുപ്പ് വർദ്ധിക്കും, BP കുറയും, തടി കൂടും. വെറും വയറ്റിൽ തൈര് കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷഫലം എന്ന് പറയുന്നത് BP പെട്ടെന്ന് കുറഞ്ഞു പോകും. വെറും വയറ്റിൽ പുളിയുള്ള ഭക്ഷണം, അതായത് തൈര് പോലുള്ളവ കഴിക്കുന്നത് ആമാശയത്തിലെ അമ്ലത വർദ്ധിപ്പിക്കുകയും ദഹന വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ആർക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യമുണ്ടാകുന്നത്? ബുദ്ധിയില്ലാത്തവർക്ക്, പ്രായമായവർക്ക്, ലഹരി ഉപയോഗിക്കുന്നവർക്ക്, മടിയന്മാർക്ക്. ഏറ്റവും കൂടുതൽ ദേഷ്യം എന്ന വികാരം ഉണ്ടാകുന്നത് ലഹരി ഉപയോഗിക്കുന്നവർക്കാണെന്നാണ്
ലഹരി വസ്തുക്കൾ തലച്ചോറിൻ്റെ നിയന്ത്രണ കേന്ദ്രങ്ങളെ ബാധിക്കുന്നതിനാൽ ചെറിയ കാര്യങ്ങളിൽ പോലും അനിയന്ത്രിതമായ ദേഷ്യവും പ്രകോപനവും ഉണ്ടാകാൻ ലഹരി ഉപയോഗം പ്രധാന കാരണമായി കണക്കാക്കുന്നു. ലഹരി ഉപയോഗിക്കുന്നവർക്കായിരിക്കും ദേഷ്യം കൂടുതലായി കാണുന്നത്. ശരിയായ സ്ലീപ്പിംഗ് പൊസിഷൻ ഏതാണ്? സ്റ്റൊമക് പൊസിഷൻ, സൈഡ് പൊസിഷൻ, ബാക്ക് പൊസിഷൻ ഇവയൊന്നുമല്ല. ഏത് പൊസിഷനിൽ ചെരിഞ്ഞ് കിടന്ന് അല്ലെങ്കിൽ തിരഞ്ഞെടുത്തുറങ്ങുമ്പോഴാണ് കൂടുതൽ സുഖമെന്ന് ചോദിച്ചാൽ സൈഡ് പൊസിഷൻ ആയിരിക്കും. ഇടത്തേക്ക് തിരിഞ്ഞു കിടക്കുന്നത് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനാണ്. ദഹനം എളുപ്പമാക്കാനും ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം സുഗമമാക്കാനും ആസിഡ് റിഫ്ലക്സ് തടയാനും ഏറ്റവും മികച്ചതായി ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. മുടികൊഴിച്ചിൽ തടയാൻ ഒഴിവാക്കേണ്ടത് എരിവ്, മുളക്, മഞ്ഞൾ, പഞ്ചസാര. മുടികൊഴിച്ചിൽ തടയാൻ നിർബന്ധമായും ഒഴിവാക്കേണ്ടത് എരിവാണ്. പഞ്ചസാരയും ഉൾപ്പെടുത്തണം. അമിതമായ എരിവുള്ളതും അതുപോലെ മധുര പലഹാരങ്ങൾ, പഞ്ചസാര, സംസ്കരിച്ചതുമായ ഭക്ഷണങ്ങൾ ശരീരത്തിൽ ചൂട് വർദ്ധിപ്പിക്കാനും ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാനും വഴിവെക്കും. ഇത് പരോക്ഷമായി മുടികൊഴിച്ചിലിന് കാരണമാകാറുണ്ട്. മഴയായി ഭൂമിയുടെ ഉപരിതലത്തിൽ പതിക്കുന്ന വെള്ളത്തിൻ്റെ എത്ര ശതമാനം നീരാവിയായി നഷ്ടപ്പെടുന്നുണ്ട്? 30%, 65%, 75%, 80%. 80% ശരിയായ ഉത്തരം. അംബരചുംബികളായ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗമേത്? മനോരോഗം, ക്യാൻസർ, ഓർമ്മക്കുറവ് ഇവയൊന്നുമല്ല. അംബരചുംബികളായ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്ക് മനോരോഗം വരാൻ സാധ്യതയുണ്ട്. തേങ്ങാവെള്ളത്തിൽ കാണപ്പെടുന്ന ഹോർമോൺ ഏത്? സൈറ്റോകിനിൻസ്, എഥിലിൻ, ഫ്ലോറിജൻ, ആക്സിൻ. തേങ്ങാവെള്ളത്തിൽ കാണപ്പെടുന്ന ഹോർമോൺ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ ഉത്തരം സൈറ്റോകിനിൻസ് ആണ്. റഷ്യയുടെ ദേശീയ കൊടിയുടെ ചിഹ്നം? അരിവാൾ ചുറ്റിക, ഗോപുരം, പ്രാവ്, പച്ച ലൈറ്റ്. റഷ്യയുടെ ദേശീയ കൊടിയുടെ ചിഹ്നം എന്ന് പറയുന്നത് അരിവാൾ ചുറ്റികയാണ്. സിഖ് രാജശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? അജിത് സിംഗ്, ടിപ്പു സുൽത്താൻ, ഹൈദർ അലി, വെല്ലസ്ലി. സിഖ് രാജശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് അജിത് സിംഗിനെയാണ്. അജിത് സിംഗിനെയാണ് സിഖ് രാജശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി? നൈതാലിം, ഗ്യാൻ ദർശ്, വാർധ ഇവയൊന്നുമല്ല. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരാണ് നൈതാലിം. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന വർഷമേത്? 1949, 1952, 1961, 1970. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന വർഷമായിരുന്നു 1949. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? തൃശ്ശൂർ, കോഴിക്കോട്, ഇടുക്കി, പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മങ്ങ് ചെങ്കൽമണ്ണാണ്. മധ്യ തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി? പമ്പ, പെരിയാർ, കബനി, ഗോദാവരി. മധ്യ തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. കഠിനമായ ക്ഷതങ്ങൾ, ഭയം എന്നിവയുണ്ടാകുമ്പോൾ ഇവയെ അതിജീവിക്കുന്നതിനുള്ള കരുത്ത് നൽകുന്ന ഹോർമോൺ ഏത്? അഡ്രിനാലിൻ, ആൻഡ്രജൻ, ഈസ്ട്രജൻ, പ്രൊലാക്റ്റിൻ. അഡ്രിനാലിനാണ് ശരിയായ ഉത്തരം. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ജീവകം ഏത്? ജീവകം എ, ജീവകം സി, ജീവകം ഡി, ജീവകം കെ. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ജീവകമാണ് ജീവകം സി. ഫൈലേറിയൻ വിര മൂലമുണ്ടാകുന്ന രോഗമേത്? മന്ത്, കുഷ്ഠം, വയറുവേദന, അതിസാരം. ഫൈലേറിയൻ വിര മൂലം ഉണ്ടാകുന്ന രോഗമാണ് മന്ത്.
ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നതെന്ന്? ഏപ്രിൽ 2, ഏപ്രിൽ 7, മെയ് 9, ജനുവരി 10. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7 സ്ത്രീ പുരുഷന്മാരുടെ അസ്ഥികൾ തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങൾ എത്രയാണ്? 10 വ്യത്യാസം, 15, 18, 20 വ്യത്യാസങ്ങൾ. സ്ത്രീ പുരുഷന്മാരുടെ അസ്ഥികൾ തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങൾ 18. നമുക്ക് പണിയെടുക്കാനുള്ള ഊർജം നൽകുന്ന ഇന്ധനമേത്? ആഹാരം, വിശ്രമം, ജലം ഇവയെല്ലാം. നമുക്ക് പണിയെടുക്കുവാനുള്ള ഊർജം നൽകുന്ന ഇന്ധനമാണ് ആഹാരം. നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്ര? 25%, 35%, 50%, 55%. നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%. മനുഷ്യനിലെ സുഷുമ്ന നാഡികളുടെ എണ്ണം എത്ര? 11 ജോഡി, 22 ജോഡി, 31 ജോഡി, 43 ജോഡി. മനുഷ്യനിലെ സുഷുമ്ന നാഡികളുടെ എണ്ണം 33 ജോഡിയാണ്. പ്രാചീന കാലത്ത് കണ്ടുപിടിക്കപ്പെട്ട ലോഹങ്ങൾ ഏവ? സ്വർണം, വെള്ളി, ചെമ്പ് ഇവയെല്ലാം. പ്രാചീന കാലത്ത് കണ്ടുപിടിക്കപ്പെട്ട ലോഹങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം. ബഹ്റൈനിലെ ദേശീയ പക്ഷി ഏത്? ബുൾബുൾ, മൈന, കൊക്ക്, പരുന്ത്. ബഹ്റൈനിലെ ദേശീയ പക്ഷിയായി കണക്കാക്കുന്നത് ബുൾബുൾ എന്ന പക്ഷിയാണ്. ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനം? സോൾ, ധാക്ക, തിമ്പു, ടോക്കിയോ. ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമാണ് സോൾ. ദക്ഷിണേന്ത്യയുടെ ദീപശിഖ വാഹകൻ എന്നറിയപ്പെടുന്നതാര്? എസ് സത്യമൂർത്തി, സുബ്രഹ്മണ്യ ഭാരതി, കാമരാജ്, ഇ.വി. രാമസ്വാമി നായ്ക്കർ. ദക്ഷിണേന്ത്യയുടെ ദീപശിഖ വാഹകൻ എന്നറിയപ്പെടുന്നത് എസ് സത്യമൂർത്തിയാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര ഏത്? ഹിമാലയം, ഹിമാദ്രി, സിവാലിക്, മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിരയാണ് ഹിമാലയം. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ടാഗോർ, ഗാന്ധിജി, ദാദാഭായ് നവറോജി, രഞ്ജിത് സിംഗ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ദാദാഭായ് നവറോജിയാണ്. ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്ന ഭാഗം ഏതാണ്? അസ്ഥിമജ്ജ, പ്ലീഹ, പ്ലാസ്മ, അസ്ഥികൾ. ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്ന നമ്മുടെ ശരീരഭാഗമാണ് അസ്ഥിമജ്ജ. നോബൽ സമ്മാനം ഏറ്റവും കൂടുതൽ നേടിയ രാജ്യമേത്? USA, സ്പെയിൻ, ഇറ്റലി, റഷ്യ. നോബൽ സമ്മാനം ഏറ്റവും കൂടുതൽ നേടിയ രാജ്യമാണ് USA. മാപ്പിളപ്പാട്ടിൽ വൃത്തരീതിക്ക് പറയുന്ന പേര്? അറബി, ഒപ്പന, ഈശൽ, തപ്പ്. മാപ്പിളപ്പാട്ടിൽ വൃത്തരീതിക്ക് പറയുന്ന പേരാണ് ഈശൽ എന്ന്. ചലച്ചിത്രങ്ങൾക്ക് ഒരിക്കലും സെൻസറിങ് ഏർപ്പെടുത്താത്ത രാഷ്ട്രമേത്? ബെൽജിയം, ഇംഗ്ലണ്ട്, യൂറോപ്പ്, ഏഷ്യ. ചലച്ചിത്രങ്ങൾക്ക് ഒരിക്കലും സെൻസറിങ് ഏർപ്പെടുത്താത്ത രാഷ്ട്രമാണ് ബെൽജിയം. ഭാരത സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്നം നൽകി തുടങ്ങിയ വർഷം? 1954, 1956, 1960, 1972. 1954 ശരിയായ ഉത്തരം. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നതെവിടെ? ലഡാക്ക്, ചൈന, നേപ്പാൾ, സൗദി അറേബ്യ. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്.
ഇൻക എന്ന വാക്കിൻ്റെ അർത്ഥം സൂര്യൻ്റെ പ്രജകൾ, പ്രകാശം, പ്രതിമ, കത്തുന്നത്. ഇൻക എന്ന വാക്കിൻ്റെ അർത്ഥം സൂര്യൻ്റെ പ്രജകൾ എന്നാണ് അർത്ഥം. റോബോട്ടിക്സ് എന്തിനെ സംബന്ധിച്ചുള്ള ശാസ്ത്രശാഖയാണ്? ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, റോബോട്ട് ഇവയെല്ലാം. റോബോട്ടിക്സ് എന്തിനെ സംബന്ധിച്ചുള്ള ശാസ്ത്രശാഖയാണ്? റോബോട്ടിനെ കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ്. ഗ്ലൂക്കോസിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതെല്ലാം? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇവയെല്ലാം. ഗ്ലൂക്കോസിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഇവയെല്ലാമാണ്. മനുഷ്യഭ്രൂണ വളർച്ച പൂർത്തിയാകാൻ വേണ്ട സമയം 250 ദിവസം, 270 ദിവസം, 280 ദിവസം, 300 ദിവസം. മനുഷ്യഭ്രൂണ വളർച്ച പൂർത്തിയാകാൻ വേണ്ട സമയം 280 ദിവസമാണ്. കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഏത്? ഗ്ലൈക്കോജൻ, ഹീമോഗ്ലോബിൻ, ഗ്ലിസറോൾ ഇവയെല്ലാം. കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഇവയെല്ലാമാണ്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമേത്? ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ് ശുക്രൻ. ഇന്ത്യയുടെ പവിഴദ്വീപ് എന്നറിയപ്പെടുന്നത്? ലക്ഷദ്വീപ്, മാലിദ്വീപ്, മിനിക്കോയ് ദ്വീപ്, നാർക്കൊണ്ടം ദ്വീപ്. ഇന്ത്യയുടെ പവിഴദ്വീപ് എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചടയമംഗലം, നീണ്ടകര, ശാസ്താംകോട്ട, കൊട്ടാരക്കര. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലത്താണ്. ഭൂമിശാസ്ത്രകാരന്മാരുടെ പ്രധാന പഠന സഹായി? ഭൂപടങ്ങൾ, മാപ്പുകൾ, കാലാവസ്ഥാ പ്രവചനങ്ങൾ ഇവയൊന്നുമല്ല. ഭൂമിശാസ്ത്രകാരന്മാരുടെ പ്രധാന പഠന സഹായി ഭൂപടങ്ങളാണ്. കുർക്കുമിൻ എന്ന വർണ്ണകം അടങ്ങിയിരിക്കുന്ന ഔഷധ സസ്യമേത്? മഞ്ഞൾ, തുളസി, പനിക്കൂർക്ക, കറിവേപ്പ്. കുർക്കുമിൻ എന്ന വർണ്ണകം അടങ്ങിയിരിക്കുന്ന ഔഷധ സസ്യമാണ് മഞ്ഞൾ. നിദ്രാരോഗം ഉണ്ടാക്കുന്ന ഏകകോശ ജീവി ഏത്? അമീബ, പാരമേസിയം, പ്ലാസ്മോഡിയം, സിസിഫ്ലൈ. നിദ്രാരോഗമുണ്ടാക്കുന്ന ഏകകോശ ജീവികളിലൊന്നാണ് സിസിഫ്ലൈ. കാണ്ടാമൃഗത്തിൻ്റെ ആയുസ്സ് എത്ര വർഷമാണ്? 30 വർഷം, 40 വർഷം, 70 വർഷം, 50 വർഷം. കാണ്ടാമൃഗത്തിൻ്റെ ശരാശരി ആയുസ്സ് 50 വർഷമാണ്. പ്രാചീന കാലത്ത് മഹാപത്മസരസ് എന്നറിയപ്പെട്ടിരുന്ന തടാകമേത്? വൂളാർ തടാകം, പുഷ്കർ തടാകം, ദാൽ തടാകം, കൻവർ തടാകം. വൂളാർ തടാകമാണ് മഹാപത്മസരസ് എന്നറിയപ്പെട്ടിരുന്നത്. പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതമേത്? നംഗപർവ്വതം, ഹിമാദ്രി, ആൽപ്സ്, ആരവല്ലി. പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതമാണ് നംഗപർവ്വതം. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ഒറീസ, മേഘാലയ. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയെ കൂടാതെ താമര ദേശീയ പുഷ്പമായിട്ടുള്ള രാജ്യമേത്? ഈജിപ്ത്, മലേഷ്യ, ശ്രീലങ്ക, ഭൂട്ടാൻ. ഇന്ത്യയെ കൂടാതെ താമര ദേശീയ പുഷ്പമായിട്ടുള്ള രാജ്യം ഈജിപ്താണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ നദി? മനാസ്, താപ്തി, സരയു, റോ നദി. ലോകത്തിലെ ഏറ്റവും ചെറിയ നദി അമേരിക്കയിലുള്ള റോ നദിയാണ്. മഴവിൽ ദേശം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യമേത്? തായ്ലൻഡ്, മംഗോളിയ, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ.
മഴവിൽ ദേശമെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. സത്യാർത്ഥ പ്രകാശം എന്ന ഗ്രന്ഥം രചിച്ചതാര്? ശ്രീനാരായണ ഗുരു, ശ്രീരാമകൃഷ്ണൻ, ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദൻ. സത്യാർത്ഥ പ്രകാശം എന്ന ഗ്രന്ഥം രചിച്ചത് ദയാനന്ദ സരസ്വതിയാണ്.